ഡെനിസ് സുണ്ടാവ് കുറച്ച് കാലമായിട്ട് നാഗിൽസ്മാനോട് പറയുന്നുണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. അവർ തമ്മിൽ തല്ലുവരെ ഉണ്ടായതാണ് അതിനെപ്പറ്റി. ഇതിന് ഈ കളിക്ക് മുമ്പ് 10 കളിയിൽ 7 ഗോൾ അടിച്ചിട്ടുണ്ട് ജർമ്മനിക്ക്. ഇപ്പൊ 11-ല് 9 പക്ഷെ എന്നാലും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പൊ അവരുടെ പ്രിഫറൻസ് കൈ ഹാവർട്സിനെ യൂസ് ചെയ്തിട്ട് ഉണ്ടാവുക ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരാനാണ്. അപ്പൊ അതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ ലോകകപ്പ് തീരുമാനിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പൊ അവസാന നിമിഷങ്ങൾ അതുവരെ വളരെ നന്നായി ഡിഫെൻഡ് ചെയ്ത് ഐവറി കോസ്റ്റ് ടീമിന് കുറച്ച് ഗ്യാപ്പുകളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ആ രണ്ടാമത്തെ വിന്നിങ് ഗോളിനുള്ള പാസ് പറയാതെ പറ്റില്ല. അതൊരു വളരെ സ്പീഡിൽ പാസ് ചെയ്ത മെച്ച. പക്ഷെ അത് ആ സ്പീഡിൽ കൊടുത്തില്ലെങ്കിൽ ഡിഫൻഡർ കട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ ആ പാസിന്റെ സ്പീഡും ഉണ്ടാവുന്ന കൺട്രോളും ഫിനിഷും പറയാതെ പറ്റില്ല. പിന്നെ ഇതില് രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 2 ഗോൾസ് എന്താ വെച്ചാൽ ഇത് ആദ്യമായിട്ടാണ് ഒരു യസീദി ജർമ്മനിക്ക് കളിക്കുന്നത്. ഈ കേർഡിഷ് യസീദി കളിക്കാരനാണ് ഡെനിസ്. ടർക്കിഷ് യസീദി ഒറിജിനാണ്. ഇപ്പൊ ഏറ്റവും ക്രൂരമായിട്ട് ലോകം ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി യസീദി ആൾക്കാരാണ്. അതെ. അപ്പൊ അതില് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അവരുടെ ഒരു കളിക്കാരൻ അതും ഇതേപോലെ ബ്രോബിയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ കുറച്ചു കാലം ബ്രൈറ്റണിലായിരുന്നു, അവിടെ ക്ലിക്ക് ചെയ്തില്ല, തിരിച്ച് സ്റ്റുട്ട്ഗാർട്ട് പോയി. ഇപ്പൊ ഈ സീസൺ ഹാരി കെയ്ൻ കഴിഞ്ഞ് ഏറ്റവും അധികം ലീഗ് ഗോൾ അടിച്ച കളിക്കാരനായിരുന്നു. അപ്പൊ ഫോമിലുമാണ്. ഇപ്പൊ ജർമ്മനിക്ക് ശരിക്കും ഒരു നല്ലതാണ് ഇങ്ങനെ ബെഞ്ചിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കളിക്കാരൻ വരാനുള്ളത്. അത് മുന്നോട്ട് പോകുമ്പോൾ അത് ശരിക്കും ഒരു വലിയ ഫാക്ടർ ആയിരിക്കും.